ഒരു സൂല് കാണാനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത്യപൂർവമായ ജീവികളെയൊക്കെ കണ്ടിട്ട് വയനാട് പോയിട്ടുള്ള കരടിനെ കാണുന്നത് ഇവിടുന്നാണ് കാണുന്നത്. വയനാട്ടില് ജീവികൾ മനുഷ്യന്മാരെ ആക്രമിക്കുകയാണ്. അപ്പം ഇവിടെ മനുഷ്യന്മാര് ജീവികളെ ഒതുക്കിയിരിക്കുകയാണ് അല്ലേ? ഏതായാലും നല്ല ഇത്. ഈ പാർക്കിന്റെ പേരെന്താണ്? ജവഹർലാൽ നെഹ്റു പാർക്ക് അല്ലേ? തൃശ്ശൂർ ജവഹർലാൽ നെഹ്റു സൂ. ഇത് വേറെ മാറ്റി പണിയുണ്ട് എന്നല്ലേ പറഞ്ഞു അല്ലേ? ഇത് ഗേറ്റ് 13 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒരു സൂ ആണ് ഇത്. പിന്നെ വിജയർ ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഇംഗ്ലീഷ് ഒട്ടകപക്ഷി അടിപൊളിയായി. ഇവിടെ ഒരുപാട് ഒട്ടകപക്ഷി ഉണ്ട് അല്ലേ? മാന് കൊമ്പുള്ളാന, കൊമ്പുള്ള മാന്, കൊമ്പില്ലാത്ത മാനുകൾ, അങ്ങനെ വ്യത്യസ്തമാണ്. വാ 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 മനോരഞ്ജിനി. എന്താണത്? കൃഷ്ണമുഖം. കൃഷ്ണമുഖം. 12 വയസ്സ്. അത് അന്നത്തെ അത് എഴുതിയപ്പോഴുള്ള വയസ്സല്ലേ? അതായത് വെറും പച്ചവെള്ളം കുടിച്ചാൽ വെള്ളം ഇറക്കുക. പുല്ലില്ല അവിടെ കുടിക്കാൻ സാറേ ഡെയിലി ചിലപ്പോൾ ഇല്ലല്ലോ അങ്ങനെ അല്ലേ? അല്ലേ ഇപ്പം വെള്ളം കുടിക്കുന്ന സമയം ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. പുല്ലൊന്നും വേണ്ടേ? എപ്പോഴും പുല്ലിന് പൊടി കാണില്ല. അല്ല അത് ചിലപ്പോ മരുഭൂമിയിലെ മാനായിരിക്കും. മനസ്സിലായില്ലേ? അതാണ് കാര്യം. മരുഭൂമിയിലെ മാനാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കുറെ കവിതകൾ വരുന്നുണ്ടെന്നുണ്ടല്ലോ. കവിതകൾ തോന്നി. ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കൂടെ നമ്മൾ എൻജോയ് വളണ്ടിയേഴ്സ് ആയിട്ട് വന്നതാ. രണ്ട് യൂണിഫോം ഉണ്ടോ ട്രോമാക്കാർ? ട്രോമാക്കാരന് ഒരു മറ്റേ ERF ആണ്. ഇത് രണ്ടാണ്. എന്താണ് അടിപൊളിയില്ല? അടിപൊളി മാന്. ഇത് വടക്കേന്റെ പെട്ട മാനാണ്. ഞാനുണ്ട് ഇവിടെ. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നല്ലേ? കാണാനില്ല ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനില്ല അല്ലേ? ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനായല്ല. അതന്നെ വലിയ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത്. രാജഗിരി ഒന്ന് കാണാൻ വേണ്ടി സൂ കണ്ട് ആസ്വദിച്ചില്ലേ? കണ്ടു. അടിപൊളി. ഏതായാലും തൃശ്ശൂർ യാത്ര ഏതായാലും നല്ല ഉഷാറായില്ലേ? ഇവിടെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 5 ബസ്സിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇനി 1ാം നമ്പർ ബസ്സിലേക്ക് നമ്മൾ പോകുന്നത്. നോക്കട്ടെ ഏത് ബസ്സാണ് ഏറ്റവും അടിപൊളി നോക്കട്ടെ.